ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ പരാമർശങ്ങൾ നിരന്തരമായി നടത്തുന്ന SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പുതിയ രാഷ്ട്രീയ നീക്കവുമായി സജീവം. കേരള രാഷ്ട്രീയത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന സമവാക്യങ്ങളെ പൊളിച്ചെഴുതാൻ ലക്ഷ്യമിട്ടുള്ള പുതിയൊരു സാമുദായിക ഐക്യം അണിയറയിൽ ഒരുങ്ങുകയാണ്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സ്വാധീനത്തെ തളയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ NSSുമായി കൈകോർക്കാനും പ്രതിപക്ഷ നേതാവ് VD സതീശനെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താനും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തെ വീണ്ടും ചൂടുപിടിപ്പിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന കടുത്ത വിമർശനങ്ങൾ വീണ്ടും വിവാദമാവുകയാണ്. 90 വയസ്സുള്ള ഞാൻ നടന്നു വരുമ്പോൾ മുഖ്യമന്ത്രി എന്നെ കൂടി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയത് വലിയ തെറ്റായിപ്പോയി എന്നാണല്ലോ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ സതീശന്റെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നാക്കക്കാരനായ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയപ്പോൾ സതീശന് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ഒരു പിന്നാക്കക്കാരൻ അങ്ങനെ ഒരു വണ്ടിയിൽ കയറാൻ പാടില്ല. അതായത് വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗം ജനറൽ സെക്രട്ടറിയെ കയറ്റാൻ പാടില്ല. ഇത് പലപ്പോഴും സതീശന്റെ ഭാഗത്തു നിന്ന് കേട്ടിട്ടുണ്ട് എന്ന അതിശക്തമായ പരാമർശമാണ് വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെതിരെ നടത്തുന്നത്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആൾ വേണം. അത് പറയാൻ ഘടകകക്ഷിയിൽ ആൾ വേണം. ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ലീഗാണ്. UDF വന്നാൽ ഭരിക്കുന്നത് ലീഗായിരിക്കും. അത് പണ്ടും അങ്ങനെ തന്നെയാണ് എന്ന വർഗീയ പരാമർശവും വെള്ളാപ്പള്ളി നടത്തി. പിണറായി സർക്കാർ വന്നതിൽ പിന്നെ സംസ്ഥാനത്ത് കലാപങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും വീണ്ടും കലാപമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് തന്നെ മലപ്പുറം പ്രസംഗത്തിന്റെ പേരിൽ നിരന്തരം വേട്ടയാടുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മലപ്പുറം പ്രസംഗം എന്തായിരുന്നുവെന്നും അതിന്റെ കാരണം എന്തായിരുന്നുവെന്നും താൻ വ്യക്തമാക്കിയതാണ്. താൻ ഒരു സമുദായത്തിനുമെതിരായി പറഞ്ഞിട്ടില്ല, മറിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. സംവരണ വിഷയത്തിൽ NSSുമായി തങ്ങളെ തമ്മിൽ തല്ലിച്ചതിനും സമരം ചെയ്യിച്ചതിനും പിന്നിൽ ലീഗാണെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. കേവലം വ്യക്തിപരമല്ല, മറിച്ച് വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് സതീശൻ ഈഴവ വിരുദ്ധനാണെന്ന് ആരോപിക്കുന്നതിലൂടെ വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നത്.